ഈസ്റ്റർ ദിനമായ ഇന്ന് ക്രൈസ്തവ ദേവാലയം സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലാണ് മോദി വൈകിട്ട് സന്ദർശനം നടത്തുക. ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. കഴിഞ്ഞ വർഷം ക്രിസ്തുമസിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കാത്തലിക് കത്തീഡ്രൽ സന്ദർശിച്ചിരുന്നു. പ്രത്യാശയുടെ തിരുനാൾ. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. കുരിശിലേറ്റപ്പെട്ട യേശുദേവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽത്തതിന്റെ ഓർമ്മപുതുക്കലാണ് ഈസ്റ്റർ. ഈസ്റ്ററിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ ശുശ്രൂഷയും പ്രാർത്ഥനയും നടന്നു. യുദ്ധത്തിന്റെ മഞ്ഞുമൂടിയ കാറ്റിനെയും മറ്റ് അനീതികളെയും മറികടക്കാൻ ദൈവത്തിലേക്ക് തിരിയണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. ലോകത്തെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം. യുക്രൈനെയും അവിടുത്തെ ജനതയെയും രക്തസാക്ഷികളെന്നും മാർപ്പാപ്പ വിശേഷിപ്പിച്ചു. In questa santissima notte nella quale il Signore nostro Gesù Cristo è passato dalla morte alla vita. ശ്വാസകോശ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നതിനാൽ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ശുശ്രൂഷകൾക്ക് മാത്രമാണ് നേതൃത്വം നൽകിയത്. ബസിലിക്കയ്ക്ക് പുറത്തുള്ള ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തില്ല. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ തിരുക്കർമ്മങ്ങൾക്ക് കാർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഉയിർപ്പ് തിരുനാൾ ചടങ്ങുകൾ നടന്നു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെന്നറ്റോയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കൊച്ചി കാക്കനാട് സെന്റ് തോമസ് മൗണ്ട് കത്തീഡ്രലിൽ കാർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. എറണാകുളം കുമ്പളം സെന്റ് മേരീസ് ദേവാലയത്തിലെ ഈസ്റ്റർ ദിന ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജുബി ജോയ് കളത്തിപ്പറമ്പിൽ നേതൃത്വം നൽകി. ക്രിസ്തുദേവന്റെ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരവും നടന്നു. വയനാട്ടിലെ ദേവാലയങ്ങളിൽ വന്യമൃഗശല്യം കണക്കിലെടുത്ത് പാതിരാ കുർബാന ഒഴിവാക്കിയിരുന്നു. കോവിഡ് ഇടവേളയ്ക്ക് ശേഷമുള്ള ഈസ്റ്റർ ആഘോഷത്തിൽ നിരവധി വിശ്വാസികളാണ് പള്ളികളിലേക്ക് എത്തിയത്. കുർബാനകളിലും പ്രാർത്ഥന ശുശ്രൂഷകളിലും നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.